Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala sayyidil mursalin wa ala alihi wa ashabihi ajma'in. Amma ba'd. ഈ വേദിയിലെ ആദരണീയനായ അധ്യക്ഷൻ ജനാബ് ഷിബു സാഹിബ്, ആശംസാ പ്രസംഗം നടത്തിയ കോഴിക്കോട് മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വം കൈയാളുന്ന ഡോക്ടർ മുഹിയുദ്ദീൻ കുഞ്ഞിലപ്പ വർകളെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ ഈ സദസ്സിന് തുടക്കം കുറിച്ച പ്രിയ ഹാഫിദ് അബ്ദുൽ ബാസിർ, സ്വാഗത ഭാഷകൻ തൗഫീഖ് അസ്ലം, എൻ്റെ പ്രിയ സുഹൃത്തും പണ്ഡിതനും കേരള സർവകലാശാലയിലെ അധ്യാപകനുമായ ഡോക്ടർ ഹിസുദ്ദീൻ ലതീൻ, പ്രഭാഷകനായ ഉസ്താദ് സൈനുൽ ആബിദീൻ മൗലവി അൽ കൗസരി, മറ്റ് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ സഹോദരങ്ങൾക്കും, ഏത് വിശ്വാസക്കാരാവട്ടെ, മതത്തിന്റെ വക്താക്കളാവട്ടെ, ചിന്തയുടെ ശില്പികളാവട്ടെ, എല്ലാവർക്കും സമാധാനവും സൗഹൃദവും സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കോഴിക്കോട് പ്രദേശത്തെ മുസ്ലിം യുവാക്കളുടെ കർമ്മവീഥിയായ KMCF സംഘടിപ്പിച്ചിട്ടുള്ള കാലോചിതവും വളരെ പ്രസക്തവുമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു പരിപാടി സംഘടിപ്പിക്കാൻ സന്നദ്ധരായ എന്റെ പ്രിയ യുവാക്കളെ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇതൊക്കെയാണ് സമൂഹത്തിന് നമ്മുടെ ജീവിതം കൊണ്ട് നൽകാനുള്ള ധർമ്മം അല്ലെങ്കിൽ ബാധ്യത എന്ന് അവരെ ഉണർത്തുകയാണ്. ഇതുപോലെയുള്ള സദുദ്യമങ്ങളിൽ വ്യാപൃതരാവാനാണ് നാടിനും സമൂഹത്തിനും മുഴുവൻ മനുഷ്യർക്കും നന്മ ചൊരിയാനുമുള്ള, അതിനു വേണ്ടി പ്രവർത്തിക്കുവാനുമുള്ള സൗഭാഗ്യം ജഗദീശ്വരനായ അല്ലാഹു അവർക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. വിവാഹത്തിലെ അനാചാരങ്ങൾക്കും ആർഭാടങ്ങൾക്കും എതിരെയുള്ള ബോധവൽക്കരണ പരിപാടിയാണ്. വിവാഹം പവിത്രമായ ഒരു ദൈവിക സമ്മാനമാണ്. മനുഷ്യ സമൂഹത്തിന്റെ വംശപരമ്പര നിലനിൽക്കുവാൻ വേണ്ടിയും ജീവിതത്തിൽ സമാധാനം കളിയാടുവാൻ വേണ്ടിയും ഈ പ്രപഞ്ചനാഥൻ മനുഷ്യർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു
ഉത്തമമായ സമ്മാനമാണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നത്. വിവാഹം പുണ്യമാണ്. അത് നിർവഹിക്കുന്നത് ദൈവിക പ്രതിഫലത്തിന് കാരണമാകുന്നു എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമാക്കിയിട്ടുണ്ട്. അന്നികാഹു മിൻ സുന്നത്തി ഫമൻ റഗിബ അൻ സുന്നത്തി ഫലൈസ മിന്നി എന്ന് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വിവാഹം എന്റെ ചര്യയാണ്. എന്റെ ചര്യയെ അവഗണിക്കുന്നവർ എന്റെ സമുദായത്തിൽ പെട്ടവനല്ല എന്നുകൂടി പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വിശ്രമിക്കുകയായി. ആ വേളയിൽ 3 ആളുകൾ പ്രവാചക തിരുമേനിയുടെ വീടിന്റെ മുൻഭാഗത്ത് വന്നു. പ്രവാചകന്റെ വീടിന്റെ കതകിന് മുട്ടി. പ്രവാചക പത്നി ആയിഷ റളിയല്ലാഹു അൻഹ കതക് തുറന്നു. ആരാണ് എന്ന് നോക്കി. അപ്പോൾ 3 സ്വഹാബികളാണ്, പ്രമുഖരായ സ്വഹാബികളാണ്. അവർ വന്നത് പ്രവാചകനെ കാണാനായിരുന്നില്ല, മറിച്ച് പ്രവാചക പത്നി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കാണാനും എന്നിട്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നാൽ എന്തെല്ലാം പുണ്യകർമ്മങ്ങളാണ്, ആരാധനാ കർമ്മങ്ങളാണ് ചെയ്യാറുള്ളത് എന്ന് അറിയുവാൻ വേണ്ടി വന്നതാണ്. ഈ 3 പേരും മസ്ജിദിൽ വെച്ചുകൊണ്ട് ഒരു കൂടിയാലോചന നടത്തി. അവർ പരസ്പരം ചർച്ച ചെയ്തത് നമുക്ക് അല്ലാഹുവിങ്കൽ ഉത്കൃഷ്ടരായ ഇഷ്ടഭാജനങ്ങളായി തീരേണ്ടേ, നമുക്ക് സ്വർഗത്തിന്റെ അവകാശികളാകുവാൻ വേണ്ടി കൂടുതൽ പരിശ്രമിക്കേണ്ടേ, അതിന് എന്താണ് വഴി? അപ്പോൾ ഒരാൾ പറഞ്ഞതാണ്, നമുക്ക് നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദിൽ വന്നാൽ ചെയ്യുന്ന ആരാധനകൾ നാം കാണാറുണ്ട്. എന്നാൽ നമുക്ക് പ്രവാചകന്റെ വീട്ടിലേക്ക് പോയി നോക്കാം, എന്നിട്ട് അവിടുത്തെ പത്നിയോട് ചോദിക്കാം. പ്രവാചകൻ മസ്ജിദിൽ വെച്ച് ചെയ്യുന്ന അമലുകളെല്ലാം നാം ചെയ്യാറുണ്ട്, പുണ്യകർമ്മങ്ങളെല്ലാം നാം ചെയ്യാറുണ്ട്. എന്നാൽ പ്രവാചകൻ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യാറുള്ള പുണ്യകർമ്മങ്ങളെ കുറിച്ച് പഠിക്കുവാൻ അവിടുത്തെ വീട്ടിലേക്ക് നമുക്കൊന്ന് പോകാം. അങ്ങനെ പോയതായിരുന്നു ആ 3 പേരും. ആ 3 പേരും ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഞങ്ങൾ വന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നാൽ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾ അറിയുവാൻ വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം ഞങ്ങൾക്കും അങ്ങനെ ചെയ്യുവാനാണ് എന്ന്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ വീട്ടിൽ വന്നാൽ ചെയ്യുന്ന ചില നിസ്കാരത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞു കൊടുത്തു. എന്നാൽ ഈ വന്ന 3 സ്വഹാബികളും അവർക്ക് അത് തൃപ്തിയായില്ല. അവർ പറഞ്ഞു, ഇത് പ്രവാചകനല്ലേ, പ്രവാചകൻ പുണ്യപുരുഷനാണ്, അല്ലാഹുവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത്ര കുറച്ചൊക്കെ വീട്ടിൽ അമൽ ചെയ്താൽ മതി. എന്നാൽ നമുക്കത് പോരാ, നമുക്ക് കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ അവിടെ വെച്ചുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ്, ഞാൻ ഇന്ന് മുതൽ രാത്രിയിൽ ഒരു പോള പോലും കണ്ണടക്കുകയില്ല, രാത്രിയിൽ മുഴുവൻ ഞാൻ നിന്നുകൊണ്ട് നിസ്കരിച്ചു കൊണ്ടിരിക്കും, ഞാൻ രാത്രിയിൽ ഉറങ്ങുകയേ ഇല്ല എന്ന്. അപ്പോൾ രണ്ടാമത്തെ ആൾ ഇപ്രകാരമാണ് പ്രതിജ്ഞയെടുത്തത്, ഇനി മുതൽ ഞാൻ ഒരൊറ്റ പകലിലും ഭക്ഷണം കഴിക്കുകയില്ല, മുഴുവൻ പകലിലും ഞാൻ വ്രതമനുഷ്ഠിക്കുന്നതാണ് എന്ന്. മൂന്നാമനാകട്ടെ അയാൾ പ്രതിജ്ഞയെടുത്തത്, ഇന്നു മുതൽ ഞാൻ ഒരിക്കലും എന്റെ ഭാര്യയുമായി സംസർഗം നടത്തുകയില്ല, ഞാൻ പൂർണ്ണമായും ദിക്റിൽ മുഴുകും, പൂർണ്ണമായും ദൈവിക ചിന്തയിൽ മുഴുകുകയും അങ്ങനെ ഭാര്യയുമായിട്ട് കിടപ്പറ പങ്കിടുന്നത് ഞാൻ ഉപേക്ഷിക്കുകയും ചെയ്യും എന്ന്. എന്നാൽ
പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അവിടുന്ന് പെട്ടെന്ന് വന്ന് വാതിൽ തുറന്നുകൊണ്ട് ആരാണ് ഇവിടെ 2-3 പ്രതിജ്ഞകൾ നടത്തിയത് എന്ന് ചോദിച്ചു. അവർ പ്രവാചകന്റെ മുമ്പിൽ ശിരസ് താഴ്ത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ശകാരിക്കുകയാണ്. നിങ്ങൾ ചെയ്തത് ഒരിക്കലും എന്റെ മാർഗമല്ല. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ദൈവത്തെ ഭയപ്പെടുന്നവനാണ്, കൂടുതൽ അള്ളാഹുവിന് ആരാധന നിർവഹിക്കുന്നവൻ, അള്ളാഹുവിന്റെ അടുക്കൽ പുണ്യവാനായി തീരാൻ നിങ്ങളെക്കാൾ കൂടുതൽ ഞാനാണ് പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത പ്രതിജ്ഞകൾക്ക് ഒരിക്കലും എന്റെ ചര്യയുമായിട്ട് ബന്ധമില്ല. രാത്രി മുഴുവൻ രാത്രിയിൽ നിസ്കരിക്കുക, ഉറക്കൊഴിക്കുക എന്നത് എന്റെ ചര്യയല്ല. ഞാൻ രാത്രിയിൽ ഉറക്കൊഴിക്കാറുണ്ട്, രാത്രിയിൽ നിസ്കരിക്കുകയും ചെയ്യാറുണ്ട്. രാത്രിയിൽ ഞാൻ അതോടൊപ്പം തന്നെ ഉറങ്ങാനും സമയം കണ്ടെത്തും. എന്റെ രാത്രിയിൽ ഞാൻ ഉറങ്ങുകയും ചെയ്യും, നിസ്കരിക്കുകയും ചെയ്യും. എന്നാൽ നിസ്കാരം നിർവഹിക്കാൻ ഉറക്കം മുഴുവൻ ഒഴിവാക്കണമെന്നത് എന്റെ ചര്യയല്ല. അതുപോലെ തന്നെ ഞാൻ ചില പകലുകളിൽ നോമ്പെടുക്കാറുണ്ട്, എന്നാലോ മുഴുവൻ പകലുകൾ ഞാൻ നോമ്പെടുക്കാറില്ല. മുഴുവൻ പകലുകളിൽ നോമ്പെടുക്കുന്നത് എന്റെ മാർഗമല്ല. അതുപോലെ എനിക്ക് ഭാര്യമാരുണ്ട്, ഞാൻ ഭാര്യമാരുമായി സംസർഗത്തിൽ ഏർപ്പെടാറുണ്ട്. എന്നാൽ അതൊന്നും തന്നെ എന്റെ ആരാധനാ കർമ്മങ്ങളെ തൊട്ട് എന്നെ വിലക്കുന്നില്ല. അതുകൊണ്ട് ഭാര്യയുമായി കിടപ്പറ പങ്കിടാത്തത് എന്റെ ചര്യയല്ല. എന്റെ ചര്യയല്ലാത്തത് ആരെങ്കിലും ചെയ്യുന്നുവെങ്കിൽ അത് എന്റെ മാർഗമല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞുകൊണ്ട് അവരെ തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇതിവിടെ ഞാൻ പറഞ്ഞത് വിവാഹം പ്രവാചക ചര്യയാണ്, പുണ്യമാണ്, അള്ളാഹുവിന്റെ പ്രതിഫലത്തിന് അർഹമായ ഒരു ഇബാദത്താണ് എന്ന പ്രവാചക ചര്യകളിൽ നിന്നുള്ള ഒരു ചെറിയ സംഭവം പറഞ്ഞതാണ്. ഈ വിഷയം നമ്മുടെ വിവാഹം എന്നതല്ല നമ്മുടെ വിഷയം. വിവാഹത്തിനോടനുബന്ധിച്ച് നമ്മുടെ ആളുകൾ ചെയ്തു കൂട്ടുന്ന അനാചാരങ്ങളും ആർഭാടങ്ങളും അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കലാണ് ഇവിടെ വിഷയം. ആദ്യമായി ഇസ്ലാമിക വിവാഹം എന്നാൽ എന്ത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാമിക വിവാഹം എന്തല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുക. ഇസ്ലാമിക വിവാഹം അതിന് വേണ്ടത് വിവാഹം കഴിക്കുന്ന വരൻ വേണം, വധു വേണം. വധുവിന്റെ പിതാവും വരനും തമ്മിലാണ് കരാർ ചെയ്യേണ്ടത്. ഈ കരാറിന് 2 ആളുകൾ സാക്ഷി വേണം. വധു സമ്മതിക്കുന്ന ഒരു മഹറും നിശ്ചയിക്കണം. ഈ മഹർ നൽകുകയും വേണം. ഇതാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിലുള്ള വിവാഹം. വരൻ വേണം, വധുവിന്റെ പിതാവ് വേണം, വധു തൃപ്തിപ്പെടുന്ന മഹർ വേണം. വധു തൃപ്തിപ്പെടുന്ന മഹർ വേണം. 2 സാക്ഷികളും. ഇതുണ്ടായാൽ ഇസ്ലാമിക വിവാഹമായി. ഇന്ന് നമ്മുടെ വിവാഹത്തിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ വിവാഹത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. വധു തൃപ്തിപ്പെടുന്ന മഹർ എന്ന് പറഞ്ഞതിന് പകരം വരൻ തൃപ്തിപ്പെടുന്ന സ്ത്രീധനമെന്ന ദുരാചാരം, ഏറ്റവും നീചമായ സമ്പാദ്യം, ഇതല്ലേ ഇന്ന് നമ്മുടെ വിവാഹത്തിന്റെ ഒരു ചിത്രം. ഇതിന് ഇസ്ലാമുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല. ഇത് അനിസ്ലാമികമായ വിവാഹമാണ്. വിവാഹം നിശ്ചയിക്കുമ്പോൾ, വിവാഹം ഉറപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടാകേണ്ട ഘടകം വരൻ വേണം, വധുവിന്റെ പിതാവ്, അല്ലെങ്കിൽ വധുവിന്റെ പിതാവില്ലെങ്കിൽ വധുവിന്റെ വിവാഹം നടത്തിക്കൊടുക്കുന്ന ചുമതലക്കാരൻ വേണം. വധു തൃപ്തിപ്പെടുന്ന മഹർ. വധുവാണ് തനിക്ക് എത്ര മഹർ വേണ്ടത് എന്ന് പറയേണ്ടത്. നമ്മുടെ വിവാഹങ്ങളിൽ നടക്കുന്നത് എങ്ങനെയാണ്? മഹർ പുരുഷനങ്ങോട്ട് പറയുകയാണ്. മഹർ പറഞ്ഞിട്ടില്ല, മഹർ ഉറപ്പിച്ചിട്ടില്ല. എന്നാൽ ഉറപ്പിച്ചിട്ടുണ്ട്, സ്ത്രീധനം ഉറപ്പിച്ചിട്ടുണ്ട്. ഇതല്ലേ നമ്മുടെ വിവാഹത്തിന്റെ സ്ഥിതി. 100 പവൻ ഉറപ്പിച്ചിട്ടുണ്ട്, 5 ലക്ഷം രൂപയും ഉറപ്പിച്ചിട്ടുണ്ട്, 50 പവൻ ഉറപ്പിച്ചിട്ടുണ്ട്.
10 ലക്ഷം രൂപയും കാറും ഉറപ്പിച്ചിട്ടുണ്ട്. ഇത് അനിസ്ലാമികമായ വഴിയാണ്, പ്രവാചകന്റെ വഴിയല്ല. പ്രവാചകന്റെ വഴി, ഇസ്ലാമിന്റെ വഴി, ഖുർആന്റെ വഴി വധു സമ്മതിക്കുന്ന, വധുവിന് സമ്മതമായ മഹർ കൊണ്ട് വിവാഹം ഉറപ്പിക്കലാണ്. വരൻ സമ്മതിക്കുന്ന സ്ത്രീധന തുക കൊണ്ടും ആഭരണത്തിന്റെ പവന്റെ എണ്ണം കൊണ്ടും വാഹനത്തിന്റെ സൈസ് കൊണ്ടും വിവാഹം ഉറപ്പിക്കുന്നത് ഇസ്ലാമികമല്ല, പ്രവാചകന്റെ ചര്യയിൽപ്പെട്ടതല്ല, അത് അനിസ്ലാമികമാണ്. ഇത് എങ്ങനെയാണ് ഈ സമൂഹത്തിൽ കടന്നുകൂടിയത് എന്ന് പരിശോധിക്കേണ്ടത്. വിവാഹത്തിന്റെ ആർഭാടങ്ങളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീധനമാണ് അതിൽ ഏറ്റവും വലിയ വില്ലൻ. ഇന്നലെ ഒരു സുഹൃത്ത് കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഈ കൊല്ലം ജില്ലയിൽ നടക്കുന്ന ഒരു വിവാഹത്തെ കുറിച്ച് അദ്ദേഹം എന്നോട് പറഞ്ഞു. സ്ത്രീധനം ഉറപ്പിക്കും, എന്നാൽ വിവാഹ നിശ്ചയ സമയത്ത് ഒരു അച്ചാരമുണ്ട്. ആ അച്ചാരം അല്ലെങ്കിൽ അതിന് വേറെ പേരുണ്ട്, കൈമണി എന്നൊക്കെ പേര്. യഥാർത്ഥത്തിൽ ഈ കാശുണ്ടല്ലോ, അള്ളാഹു പൊരുത്തപ്പെടാത്ത കാശാണ്. ഈ കാശ് വാങ്ങിയിട്ടുള്ള കാശ് തിരിച്ചു കൊടുക്കാതെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല, നോമ്പ് അള്ളാഹു സ്വീകരിക്കുകയില്ല, ഹജ്ജ് സ്വീകരിക്കുകയില്ല, ബലികർമ്മം സ്വീകരിക്കുകയില്ല. ഇത് വ്യക്തമായും ദീനിന്റെ നിയമമാണ്. ഇസ്ലാമിന്റെ നിയമം നാം പറഞ്ഞു. ഇസ്ലാമിന്റെ നിയമം വിവാഹത്തിന് വധു സമ്മതിക്കുന്ന മഹറിന്റെ തുക